തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം ഉപദേശകനാക്കിയതിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഹർജി എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതിൽ പ്രതികരിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, എന്ത് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ ഹർജി തള്ളുന്നത്? ദിവീഷ്, ഈ ഹർജി തന്നെ നിലനിൽക്കുന്നതല്ല. അതിൽ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതായത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ആ ഡിവിഷൻ ബെഞ്ച് തന്നെ വ്യക്തമാക്കുന്നത്. ആ വിധിന്യായത്തിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തോമസ് ഐസക്കിനെയും സർക്കാരിനും വലിയ ആശ്വാസമാണ്. കാരണം തോമസ് ഐസക്കിന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടാണ് പായിച്ചറ നവാസ് ആദ്യം പൊതുതാൽപര്യ ഹർജി നൽകുന്നത്. അതാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഒരു ഘട്ടത്തിൽ പായിച്ചറ നവാസിനെതിരെ കോടതി ഒരു അന്വേഷണത്തിന് പോലും നിർദ്ദേശിച്ചിരുന്നു. കാരണം ഇയാളുടെ വ്യക്തി വിവരങ്ങളടക്കം പരിശോധിക്കണമെന്ന നിലപാട് ചീഫ് ജസ്റ്റിസ് എടുത്തത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് പായിച്ചറ നവാസിനെ ഒഴിവാക്കി അമിക്കസ് ക്യൂറിയെ വെച്ചാണ് ഇതിന്റെ തുടർ നടപടികൾ കോടതി മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് പിഴയടിക്കേണ്ട ഒരു ഹർജിയായിരുന്നു എന്നുകൂടി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമിക്കസ് ക്യൂറി പിന്നീട് ഈ കേസിൽ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് പിഴ ഒഴിവാക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ശരി, ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത്.